ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് 2025 കിട്ടിയ ഒരു അത്രക്കും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം എന്താ? ചിലർക്ക് ചില ഗിഫ്റ്റ് ആയിരിക്കാം, ചിലർക്ക് ചില പേഴ്സൺസ് ലൈഫിലോട്ട് വന്നതായിരിക്കാം, ചിലർക്ക് ജോബ് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മൾ അത്രക്കും ആഗ്രഹിച്ച് നമുക്ക് സ്റ്റഡീസ് ആയിരിക്കും, അത്ര ആഗ്രഹിച്ച് പോകാൻ പറ്റിയ സ്ഥലത്ത് പോയി ഇരുന്ന് പഠിക്കുന്നതായിരിക്കാം. എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ കിട്ടിയത്? എനിക്ക് കിട്ടിയത് 2025 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റും പേഴ്സണും എല്ലാം കൂടെ മിക്സായിട്ടുള്ള ഒരു സംഭവം എനിക്ക് 2025 എനിക്ക് നടന്നത്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ മോളെ, എൻ്റെ ആസ്ലീനെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആ ഒരു ഇയറാണ് 2025. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഇയർ എന്നായിരിക്കും 2025. എല്ലാ വർഷവും നമുക്ക് മോശം കാര്യങ്ങൾ നടക്കാം, എല്ലാ വർഷവും നടക്കും. ഏതെങ്കിലും ഒരു വർഷം ഒരാൾക്ക് പോലും ഒരു ദിവസം പോലും എന്തെങ്കിലും ഒരു നെഗ് നടക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. ഐ മീൻ ഒരു ഇയറിലൊരു ദിവസമെങ്കിലും ഏതൊരാൾക്കും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നടക്കും. പക്ഷേ നമ്മുടെ ഈ ഡ്രീം നമ്മുടെ ഈ നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില ഇയേഴ്സ് മാത്രം, അത്രക്കും ലക്കുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് അത്രയും സന്തോഷമായിട്ടുള്ളൊരു കാര്യം നടക്കത്തുള്ളൂ. സോ എനിക്ക് അത്രക്കും ലക്കായിട്ട് ഞാൻ വിജയിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ എൻ്റെ ലൈഫിൽ കിട്ടിയതാണ്. അവൾ എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് എനിക്ക്, മുന്നേ ഞാൻ ഹാപ്പി അല്ലാന്ന് ഞാൻ പറയത്തില്ല, കാരണം മറ്റുള്ളവർ എന്നെ തല്ലിക്കൊല്ലത് കേട്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മളൊരു കുഞ്ഞു മാലാവ കുട്ടീനെ എനിക്ക് കിട്ടിയപ്പോൾ, എൻ്റെ ലൈഫിൽ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയൊന്നും പറഞ്ഞാൽ പോരാ, അതിന് വേർഡ്സ് ഇല്ല പറയാൻ. അത്രക്കും ഞാൻ ഭയങ്കര എൻ്റെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ മോളെ എനിക്ക് കിട്ടിയതിൽ കേട്ടോ. പക്ഷേ അവൾ വന്നതിൻ്റെ ശേഷം എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അത്രക്കും ബാഡായിട്ടുള്ളൊരു കാര്യം ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മോൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവും വരില്ല, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ ഹാപ്പി ആയിരിക്കും. ഇനിയിപ്പോൾ മേ ബി പ്രോബ്ലംസ് വന്നാൽ തന്നെ അതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, കാരണം എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതാണ്. ഇപ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, നമ്മുടെ ഉമ്മമാർക്കൊക്കെ നമ്മളോട് എത്ര സ്നേഹം ഉണ്ടാവുമല്ലേ. എനിക്ക് ഈ കുഞ്ഞു മോളെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ട്. അപ്പം നമ്മൾ ഇത്ര വളർത്തി വലുതാക്കി ഇന്ന് ഈ ഒരു നിലയിലൊക്കെ എത്തിച്ച് നമ്മൾ ഉമ്മ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവർ നമ്മളെത്ര സ്നേഹിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നമ്മളതൊക്കെ ആലോചിക്കുന്നത്. എനിക്കത് ആലോചിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ വിഷമം വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും. എൻ്റെ മോളൊന്ന് കരയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൾ കരയുന്ന. ഈ രാത്രിയൊക്കെ അവൾ നൈറ്റ് റയറായിട്ട് അവൾ ഉറങ്ങാറുള്ളൂ. ഉറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ടൈം ഉറങ്ങും, പിന്നെ എഴുന്നേക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര, നമ്മൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, തലവേദനയൊക്കെ വരത്തില്ലേ. പക്ഷെ എനിക്ക് ദേഷ്യമൊക്കെ ചില സമയത്ത് വരും, പക്ഷെ അവളുടെ മുഖം നോക്കി എൻ്റെ ദേഷ്യം എവിടേക്കോ പോകും. അതുപോലെയല്ലേ നമ്മുടെ പാരൻസ് നമ്മളതുപോലെ തന്നെ ആയിരിക്കില്ലേ കെയർ ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് 2025 എനിക്ക് കിട്ടിയ ലക്കാണ് എൻ്റെ മോളെന്നാട്ടോ. അത് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയും. എനിക്ക് ഇത്ര ഇയേഴ്സിൽ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു എൻ്റെ 2025. അവളെ കിട്ടിയത് July 25. ആ ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല. അവളായിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നേ, പക്ഷെ അവൾ നല്ല ഉറക്കം. സോ എനിക്ക് അവളായിട്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സാറില്ല, നെക്സ്റ്റ് വീഡിയോയിൽ അവളായിട്ട് വരാം. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.